മീഡിയ എന്ന് പറയുന്നത് മാത്രമല്ലാത്ത നമുക്ക് മെസ്സേജിങ് സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്കൊരു വിഷയം അറിയിക്കാൻ പറ്റും, ഫോൺ വിളിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മെക്കാനിസങ്ങൾ സാങ്കേതികമായി വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖല എന്ന് പറഞ്ഞാൽ പണ്ട് അവൈലബിളേ അല്ല. അതായത് പൂർണ്ണമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും എല്ലാ ദിവസവും ഇത് വികസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സംശയവും വേണ്ട. നമുക്കൊരു 50 വർഷമോ 100 വർഷം മുമ്പ് അസാധ്യമാണ് ഒരു നഗരത്തിനകത്ത്. ഇയാൾ നേരത്തെ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു ട്രൈബിൽ നിന്ന് വേറൊരാൾ മറ്റിടത്തോട്ട് പോകട്ടെ എന്ന്, അങ്ങനെ ഒരു പോകലില്ല. പോകാൻ പറ്റില്ല. അതിന് ഒരു ട്രൈബ് പുറത്താക്കുമ്പോഴാണ് അയാൾ പോകുന്നത്, അല്ലാതെ അയാൾക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. ഇന്നങ്ങനല്ല. ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അത് രാജ്യാതിർത്തികൾ ഭേദിച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മളീ പറയുന്ന ഫേസ്ബുക്കോ ട്വിറ്ററോ വെച്ചിട്ടല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന